ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഈ പാറയുടെ തണലാണ് ഈ സൈഡിൽ കൂടി അങ്ങ് പോയേക്കുന്നത്. ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ്. കിളി പറക്കുന്നു. ആലപ്പുഴ പെട്ടെന്നില്ല. ഇതാണ് കത്തിപ്പാറ. ഇതിനെ മണ്ടേ കയറാൻ പറ്റുമെങ്കിൽ ഗൈസ് നമ്മള് കൊടുത്തിട്ട് പാറ വരുമ്പോ ഫസ്റ്റ് കാണുന്ന സീനറിയാണ്. ഹൗ നൈസ്. ഗൈസ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാ ആമലയുടെ മലനിരകളൊക്കെ കണക്ക് തന്നെ കാണാനായിട്ട് കുറെ ഉണ്ട്. നിരന്ന് കിടക്കുവാണ് മലനിരകൾ. ഇതിന്റെ മണ്ടയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഇടമെന്ന് വെച്ചാൽ ശ്രീത്ത് പറഞ്ഞുതരും. ശ്രീത്തെ പറഞ്ഞു കൊടുക്കൂ. അയ്യോ മൂട് പൊള്ള പറഞ്ഞിടൂ. ഇവിടെ നിന്നാലല്ല അത്, ഇവിടെ നിന്നല്ല. പക്ഷെ കൊടുത്തിട്ട് ഏറ്റവും ടോപ്പ് കയറിയ മാമാര് അവിടെ പറഞ്ഞു ആ പിച്ചാത്തി പാറയെന്ന് പറഞ്ഞ ഒറ്റ കമ്പ് വലിക്കണം. നമ്മളവിടെ സീനറി കാണിച്ചില്ലേ, ആ ഒറ്റ വലിയ പാറ ഉണ്ടാക്കി കയറുമ്പോഴും പറ്റില്ല. നമ്മളെ ജഡായിപ്പാറ, പാലരുവി, പിന്നെ എന്തൊരു നിലമേൽ പാറ, അതൊക്കെ ഇവിടെ കാണാന്ന് പറയുന്നു. നമ്മള് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇവിടെ കാണാം. പിന്നെ അതൊക്കെ ഒരു ജില്ലകളാണ്, 3-4 ജില്ലകളാണ്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. ഇത് 3 ഇവിടെ നിന്ന് കാണാന്നാണ് പറയുന്നത്. 3-4 കൊല്ലം നമ്മളിവിടെ നിക്കയില്ലേ. സൂപ്പർ കേട്ടോ ഗൈസ്. അത് കാണാൻ കറക്റ്റ് ക്യാമറ കണ്ണുകളെ കൊണ്ട് പറ്റുന്നില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞ അത്രയ്ക്ക് ദൂരെ കിടക്കുവാണ്. ഇവിടെയാണ് ആൾക്കാർ മെയിനായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നമ്മൾ വന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കാറില്ല അങ്ങനെ. പക്ഷെ ഇത്തവണ ഫോട്ടോസൊക്കെ എടുത്തിട്ടേ പോണുള്ളൂ. അതിന് മേലോട്ട് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ശ്രീത്ത് പറഞ്ഞു തരുന്നതാണ്. ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ മഴ സമയത്ത് വേണം ഗൈസ് വരാനുള്ള, അല്ലാതെ വന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കും. നിങ്ങളത് പോയൊരു ടൈം ലാപ്സ് നമ്മൾ ഇടും, അതൊന്ന് കണ്ടിട്ട് വരിക. അഘോരാധിപതി കുലുങ്ങുന്നുണ്ടോ നീ? ഇനി കുലുങ്ങുന്നതൊക്കെ തോന്നുന്നു. പക്ഷേ ഇതാണ് തൃക്കേട്ട പാറ എന്ന് പറയുന്നത്. 3 പാറ ഉണ്ട്. 1, 2, 3. സ്ത്രീത്ത് കാലിങ്ങിനകത്ത് വെച്ചിരിക്കുന്നത് 2 പാറ. അവിടെ ഇവിടെ കാണുന്ന 3 പാറ. നമ്മുടെ എത്തിയില്ല. ചിമ്മാനകാസമൊക്കെ ചുമ്മാൻ തള്ളിയതാണ്. എന്തായാലും നമ്മുടെ മൊഡ്യൂളൊക്കെ വെച്ചിട്ടുണ്ട്. സോളാർ എനർജി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. ഇതൊന്ന് അടച്ചൊക്കെ ഇട്ടേക്കുവാണ്. ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കും. പിന്നെ സൈഡിൽ ഇവിടെ ആയിട്ടൊരു വലിയൊരു മിന്നൽ രക്ഷാചാലകം. മിന്നൽ രക്ഷാചാലകം. അതിന് ഇംഗ്ലീഷ് എനിക്ക് പറയാറുണ്ട്. ഐ തിങ്ക് തണ്ടർ സേഫ്റ്റി എക്യുപ്മെന്റ് അല്ലേ, അങ്ങനെയാണ് പറയാം. ഞാൻ അങ്ങനെ നിസ്കരിക്കില്ല, ഇങ്ങനെ നടന്നു വരുന്നേ ഉള്ളൂ. യെസ്. അയ്യോ ഗൈസ്, അടുത്ത വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് എന്തൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ട്രിവാൻഡ്രം ഏരിയ നോക്കി നിൽക്കുന്ന പാറയാണ് ഇത്. ഐ തിങ്ക് ആമനാട് ഹിൽസ് ഒക്കെയാണെന്ന് തോന്നുന്നു ഇവിടുന്ന് കാണാം. ഗൈസ് അടുത്ത ഒരു സ്ഥലമാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. താഴെ നല്ല തണുപ്പാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഈ പാറയുടെ തണലാണ് ഈ സൈഡിൽ കൂടി അങ്ങ് പോയേക്കുന്നത്. ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ്. കിളി പറക്കുന്നു. അയ്യോ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. നമ്മൾ ആദ്യം പൊന്മുടി പോയിട്ട് ഇപ്പോഴും നല്ലൊരു ക്ലൈമറ്റ് ആണ്. അവിടെ പോകാന്ന് പറഞ്ഞാൽ കീറുന്നതാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ നമ്മളവിടെ പോയിട്ടുള്ളതല്ലേ, വേറെ ഇടത്തേക്ക് പോകാന്ന് കാര്യം കൊടുന്ന ഇവിടെ വരരുത് ഗൈസ്. ആരും ഇങ്ങോട്ട് വരരുത്, അത് നമുക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നല്ല മഴയത്ത് നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോൾ വരിക. ഈ സമയത്തൊക്കെ വന്നിട്ടൊന്നും കാണാനും ഇല്ല, ഒന്നും കേൾക്കാനും ഇല്ല. എല്ലാം ചൂടാണ്. താഴെ നിൽക്കുകയാണെങ്കിൽ വല്ല കിളികളുടെ സൗണ്ട് കേൾക്കാം. മേളില് ഭയങ്കര ചൂട് കാരണം ഇവിടെ നിന്ന് പൊള്ളുന്നുണ്ട് ഗൈസ്. അയ്യോ, ഇവിടെ വന്നത് വെറുതെ ആയിപ്പോയി. അതിന്റെ മണ്ടയിലും കൂടെ കയറാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ. ഇതാണ് കത്തിപ്പാറ. ഇതിനെ മണ്ടേ കയറാൻ പറ്റുമെങ്കിൽ കയറി വരുന്ന ആള് ഫ്രൈ ആയിട്ട് താഴെ ഇറങ്ങും. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഗായ്സ് നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഗായ്സ് അങ്ങനെ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. പക്ഷെ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക.
പൈൻ ഫോറസ്റ്റ് നമുക്കും പറ്റി പൈൻ ഫോറസ്റ്റ് അല്ലേ? ഇത് മാഞ്ചിയം ഫോറസ്റ്റ്. ിലുള്ള ഉദ്യോഗസ്ഥന്റെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ട് പോയാൽ നമുക്ക് ഇവിടെ ഒരു കുറച്ച് ചപ്പാത്തി കാണാം. ഇവിടെ ചപ്പാത്തി പുട്ടാ എന്താ കാണാൻ? ചപ്പാത്ത് കാണാൻ തന്നെ. ആകെ കണ്ടത് റോഡിൽ കൂടി കുറച്ച് വെള്ളം. ശരിക്കും പറഞ്ഞത് ഇത്രയും ഗ്യാപ്പ് എന്നിട്ട് ഇവിടെ ഇത്രയും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതുവഴി വന്നാലേ ആ ഒരു മനോഹരമായിട്ടുള്ള കാര്യം നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും ഇത് കിട്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? വേറെ ഒന്നുമല്ല, നമ്മൾ അരിൻ സ്മോക്കിങ് സംസാരിക്കാൻ നോക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പൊ